പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമായ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൽ ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 30,000 രൂപ പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്ന തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി തസ്തിക ഏതെന്നും അപേക്ഷിക്കാനുള്ള അവസാന തീയതി, അപേക്ഷിക്കേണ്ടതെങ്ങനെ, യോഗ്യത, പ്രായപരിധി, ശമ്പളം തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ജൂലൈ 15 വൈകിട്ട് 5 മണി വരെയാണ്. CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. VISLൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ടു മാനേജിംഗ് ഡയറക്ടർ തസ്തികയിലേക്കുള്ള കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയായി പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേഷൻ വിത്ത് എക്സലന്റ് പ്രൊഫിഷ്യൻസി ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ. അതുപോലെ തന്നെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ റെപ്യൂട്ടഡ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലോ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, പേഴ്സണൽ അസിസ്റ്റന്റ് ഓർ മാനേജ്മെന്റ് ഒഫീഷ്യൽ തസ്തികകളിൽ ജോലി ചെയ്തിട്ടുള്ള മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 35 വയസ്സുവരെയാണ്. കൂടാതെ SC/ST വിഭാഗത്തിന് 5 വർഷം വരെ, OBC വിഭാഗത്തിന് 3 വർഷം വരെ എന്നിങ്ങനെ പ്രായപരിധിയിൽ ഇളവുകളും ലഭിക്കുന്നതാണ്. ഈ തസ്തികയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 30,000 രൂപയാണ്. അതുപോലെ തന്നെ പ്രായപരിധി, എക്സ്പീരിയൻസ് എന്നിവ കണക്കാക്കുന്നത് 2026 ജൂൺ 1 അടിസ്ഥാനമാക്കിയായിരിക്കും. ഇനി സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. ഈ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ സ്ക്രീനിംഗ്, ക്രൈറ്റീരിയ ബേസ്ഡ് സ്ക്രീനിംഗ്, റിട്ടേൺ ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, സ്കിൽ ടെസ്റ്റ് ഓർ പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, ഇന്റർവ്യൂ എന്നീ മെത്തേഡുകളിൽ ഏതെങ്കിലും ഒരു മെത്തേഡിലൂടെയോ ഒന്നിൽ കൂടുതൽ മെത്തേഡുകളിലൂടെയോ ആയിരിക്കും. ഏത് രീതിയിലുള്ള സെലക്ഷൻ മെത്തേഡ് വേണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം CMDക്ക് ആയിരിക്കുമെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുപോലുള്ള പരീക്ഷകൾക്കും കേരള PSCയുടെയും SSCയുടെയും വിവിധ തസ്തികകളിലെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ജൂലൈ 15 വൈകിട്ട് 5 മണി വരെയാണ്. CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 ജൂലൈ 15 മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.